ആദ്യന്തമില്ലാത്ത, നിത്യനായ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വവും സ്തുതിയും പുകഴ്ചകളും ഉണ്ടാകുമാറാകട്ടെ. വീരനാം ദൈവമായി, അത്ഭുത മന്ത്രിയായ, നിത്യപിതാവായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെയും ഏവർക്കും അറിയിക്കുന്നു. ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചു. നമ്മോടുള്ള ദയ കർത്താവ് ദീർഘമാക്കി. ഒരാഴ്ച കൂടെ ഭൂമിയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി. കർത്താവിന് സ്തോത്രം. ദുഃഖത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിച്ച്, സൗഖ്യം ആവശ്യമായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകി, മറ്റ് നന്മകളുടെ അഭാവമുള്ളവർക്ക് നന്മകളാൽ അവരെ നിറച്ച് ദൈവം ജയത്തോടെ വീണ്ടും നടത്തുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നാം ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിനു വേണ്ടി ദൈവം നമുക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമുക്കും കൃപ തരുന്നല്ലോ. അതിനെ മനസ്സ് വയ്ക്കുന്ന നിങ്ങളെ ഒക്കെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, നിങ്ങളുടെ താല്പര്യത്തിൽ ഞാനും ഉത്തേജിപ്പിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുവാനും പങ്കുവെക്കുവാനും കൂടുതലായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ഇടവേളയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 14ഉം 15ഉം അധ്യായങ്ങളിലുള്ള ഇടവേളകൾ. പ്രത്യേകിച്ച് 15ാം അധ്യായത്തിൽ നിന്നും നാം ന്യായവിധിയുടെ അന്തിമ കലശങ്ങൾ ഒഴിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന, പൂർണ്ണ തയ്യാറെടുപ്പോടെ കൽപ്പന പ്രാപിച്ച് നിൽക്കുന്ന 7 ദൂതന്മാരെ കണ്ടുകൊണ്ടാണ് പിരിഞ്ഞത്. 15ാം അധ്യായത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അന്നും കൂടെ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 16ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ മൗനത്താൽ മറ്റൊന്നുമില്ലെന്ന് കരുതട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായ 16ാം അധ്യായത്തിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ 16ാം അധ്യായമാണ് ഭൂമിമേൽ ദൈവം അയക്കുന്ന ന്യായവിധികളുടെ അന്തിമമായ രൂപം. ഒടുവിലത്തെ 7 ന്യായവിധികൾ, അല്ലെങ്കിൽ 7 കലശ ന്യായവിധികൾ ഈ അധ്യായത്തിലാണ് നാം കാണുന്നത്. ഈ 7 ന്യായവിധികളോട് കൂടെ അത് 7 നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാളത്തിലാണെങ്കിൽ ഓരോന്നും ഓരോ പാരഗ്രാഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2ാമത്തെ വാക്യത്തിൽ 1ാമത്തെ കലശന്യായവിധി, 3ാമത്തെ വാക്യത്തിൽ 2ാമത്തെ കലശന്യായവിധി, 4 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങളിൽ 3ാമത്തേത്, 8, 9 വാക്യങ്ങളിൽ 4ാമത്തേത്, 10, 11 വാക്യങ്ങളിൽ 5ാമത്തെ ദൂതൻ തന്റെ കലശം
ന്യായവിധിയായിട്ട് ഭൂമിമേൽ പകരുന്നു. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് 6ാമത്തെ ന്യായവിധിയെ പറ്റിയുള്ള പരാമർശം. 17 തൊട്ട് 21 വരെ അവസാനത്തേത്. ഇങ്ങനെയാണ് ഈ 16ാം അധ്യായത്തിൽ മുഴുവനുമായി പറഞ്ഞിരിക്കുന്നത്. നാം ഈ കലശ ന്യായവിധികളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപായി മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ നിന്നും ഒന്ന് നോക്കിപ്പോകേണ്ടത് ഉണ്ട്. അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്നതുകൊണ്ടാണ്. നമ്മൾ ഇതിനോടകം മുദ്ര ന്യായവിധിയും സീൽ ജഡ്ജ്മെന്റ്സ്, ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ്, കാഹള ന്യായവിധികളും കണ്ടു. അവയും 7 വീതമായിരുന്നു. ഇവിടെ അടുത്തതാണ് നാം കാണുന്നത് ബൗൾ ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ കലശ ന്യായവിധികൾ. ചിലർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇത് 3ഉം ഒന്ന് തന്നെയാണെന്ന്. 3ഉം 3അല്ല, 3ഉം ഒന്ന് തന്നെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവര് പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ദുരുപദേശമൊന്നുമല്ല കേട്ടോ, 2 അഭിപ്രായങ്ങളാണ്, 2 ഒപ്പീനിയൻസ്. അതിനകത്ത് മനസ്സിലാക്കുന്നത് 2 രീതിയിലാണെന്നേ ഉള്ളൂ. ആ 2 രീതിയിലായാലും അതിനകത്ത് ഉപദേശപ്പിശകുകളൊന്നുമില്ല. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഗൗരവമുള്ള കാര്യമല്ല. ഈ 3 ന്യായവിധികളെ, മുദ്രകൾ, കാഹളങ്ങൾ, കലശങ്ങൾ, ഈ 3 ന്യായവിധികളെ ചിലർ കാണുന്നത് ഒന്നായിട്ടാണ്. എന്ന് വെച്ചാൽ ആ 3 എണ്ണത്തെ പക്ഷേ 3 രീതികളിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒന്ന് ലളിതമായിട്ട് പറഞ്ഞു, രണ്ടാമത് അതിനെ കുറെ കൂടെ വിശദീകരിച്ചു പറഞ്ഞു, മൂന്നാമത്തേതിൽ കുറെ കൂടെ വിശദീകരിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇത് 3ഉം ഒന്ന് തന്നെ എന്ന നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട്. എന്നാൽ മറ്റൊരു വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് 3ഉം കാലക്രമം അല്ലെങ്കിൽ ക്രമാനുഗതമായി, ക്രോണോളജിക്കലി 3ഉം 3 സമയങ്ങളിലായിട്ട് നടത്തപ്പെടുന്നതാണെന്ന് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അപ്പം ചിലർ പറയുന്നത് ഇത് ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്നാണ്. അപ്പൊ ഈ 2 വ്യൂസ് ആണുള്ളത്, ഈ 2 അഭിപ്രായങ്ങൾ. അതിൽ രണ്ടാമത്തേത് പറയുന്നത് 3ഉം ദൈവിക ന്യായവിധികൾ തന്നെ, 3 സമയങ്ങളിലായി 3 രീതികളിലായിട്ട് നടത്തും. ഒന്നാമത്തെ രീതിയിൽ അല്ലെങ്കിൽ മുദ്ര ന്യായവിധികൾ അതിനേക്കാൾ കഷ്ടതയേറിയതാണ്, തീവ്രതയേറിയതാണ് കാഹള ന്യായവിധികൾ. അതിനേക്കാളും ഏറെ തീവ്രത കൂടിയതാണ് കലശ ന്യായവിധികൾ. അതിന് കാരണം ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവം തന്നെ. ദൈവം കരുണാമയനാണ്. അതുകൊണ്ട് ദൈവം ഒറ്റയടിക്ക് പിടിച്ച് തല്ലി കൊല്ലുന്നില്ല. മനുഷ്യന് അവന്റെ പാപം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു പല മാധ്യമങ്ങളിലൂടെ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മനുഷ്യരുടെ സാക്ഷ്യങ്ങളാലും ദൂതന്മാരുടെ സാക്ഷ്യത്താലും ജനത്തിന് അവരുടെ പാപം ബോധ്യമാക്കി കൊടുക്കും. ബോത്ത് ബൈ human witnesses and angelic witnesses, God reminds people
God convinces people of their sins. അവരുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യം കൊടുക്കും. എന്നിട്ട് ദൈവം ബോധ്യം കൊടുത്ത പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവസരവും നൽകുന്നു. ആ കാലത്തിനകത്ത് ദൈവം തന്റെ ക്രോധത്തെ, തന്റെ നീതിയെ അല്പമായി അവരെ ശിക്ഷിച്ചുകൊണ്ട് വെളിപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. എന്നാൽ പിന്നെയും കാത്തിരിക്കുക ദൈവം. മനം തിരിയുന്നെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ പിന്നെ അല്പം കൂടെ തീവ്രത കൂട്ടി അവരെ ശിക്ഷിക്കുന്നു. അതുമില്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഏറെ തീവ്രതയോടെ അവരെ ശിക്ഷിക്കുന്നു. ഈ രണ്ടാമത്തെ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അതിന് തിരുവെഴുത്തിന്റെ പിൻബലവുമുണ്ട്. 2 വാക്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. ഇത്രയും പറഞ്ഞത് മനസ്സിലാവും? ഈ 2 അഭിപ്രായങ്ങൾ, ഈ 2 ഒപ്പീനിയൻസ്, 2 വ്യൂസ് ഇത്രയും വ്യക്തമാണോ? ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ. 2 പ്രധാനപ്പെട്ട വ്യൂസ് അല്ലെങ്കിൽ വീക്ഷണങ്ങൾ ഈ വിഷയങ്ങളിലുണ്ട്. ഈ വീക്ഷണങ്ങളിൽ ഉള്ളതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, there are some similarities. There are some similarities. Especially similarities in these 3 judgments. ഈ 3 ന്യായവിധികളിലും ചില പൊതുവായ കാര്യങ്ങൾ കാണാം. പൊതുവായ കാര്യങ്ങൾ അതും കൂടെ ഒന്ന് പറയാം. അപ്പോൾ ഒരുപക്ഷെ കുറച്ചും കൂടെ വ്യക്തമാകും. മൂന്ന് 4 ഇടങ്ങളിൽ നമുക്ക് ചില പൊതുവായ രീതികൾ കാണാം. എന്ന് വെച്ചാൽ 4 പൊതു ശിക്ഷാ നടപടികൾ. ഒരുപോലെ എല്ലാമല്ല, എന്നാൽ ഒത്തിരി സാമ്യത. ഈ മിസ്രയീമിൽ ദൈവം അയച്ച 10 ബാധകൾ. 2 മുദ്രന്യായവിധികളിലൂടെ വെളിപ്പെട്ട സംഭവങ്ങൾ. 3 കാഹള ന്യായവിധികളിൽ വെളിപ്പെട്ട ശിക്ഷാ നടപടികൾ. 4 ഇപ്പോഴത്തെ കലശ ന്യായവിധിയിൽ ഉള്ള കാര്യങ്ങൾ. മനസ്സിലായല്ലോ? പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന 10 ബാധകൾ, 10 plagues God sent during the exodus of Israel to Egypt. So there are a lot many similarities in these 4 particular judgments. First one in Egypt by sending 10 plagues. Second, that we saw from chapter 6 of Revelation about the judgments during the 7 seal judgments. Then from chapter 8, similarities with the trumpet judgments. And now here in chapter 16, bowl judgments. മനസ്സിലായല്ലോ? ഈ 4 സമാനതകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ പുറപ്പാട് പുസ്തകത്തിലേത് തൽക്കാലം നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. നമുക്ക് 10 ബാധകളെ കുറിച്ച് അറിയാമല്ലോ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയാണ് നമുക്ക് 10 ബാധകൾ കാണുവാൻ കഴിയുന്നത്.
നമുക്കതേപ്പറ്റി അറിയാമായിരിക്കും. ഒന്നാമത് വെള്ളം രക്തമായി, 2 തവളകൾ, മൂന്നാമത്തേത് മീൻസ് എക്സോഡസ് 7:20-25, പുറപ്പാട് 7:20 മുതൽ 25 വരെയാണ് ഒന്നാമത്തെ ബാധ. സെക്കൻഡ് പ്ലേഗ് ഈസ് എക്സോഡസ് 8:5-14. 8-ാം അധ്യായം പുറപ്പാട് 8:5-14 വരെ രണ്ടാമത്തെ ബാധ. മൂന്നാമത്തെ ബാധ 8:16-18 വരെ, 18 വരെ പേനാണ്. അഞ്ചാമത്തേത് നായീച്ചയാണ്, 8:20-24 വരെ. ഫോർത്ത് പ്ലേഗ് ഈസ് ഫ്രം എക്സോഡസ് 8:20-24. ഫിഫ്ത് വൺ ഓൺ കാറ്റിൽ, കന്നുകാലികളുടെ മേലുള്ള വ്യാധിയായിട്ട് പുറപ്പാട് 9:3-6 വരെ, 9:3-6. ആറാമത്തേതാണ് പശുക്കളുടെ മേൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മേൽ പൊങ്ങിയ പുണ്ണ്. അത് എക്സോഡസ് 9:8-11. ഏഴാമത്തേതാണ് ഇടിയും കൽമഴയും, 7, 9:22-26. 8th one വെട്ടിക്കിളികൾ, ചാപ്റ്റർ 10, 12-19, 12-19 വരെ. ഒൻപതാമത്തേതാണ് അന്ധകാരം, ഇരുട്ട്, പുറപ്പാട് 10:21-24 വരെ, 10:21-24. ആൻഡ് ഫൈനലി അവസാനത്തേതാണ് ഇൻ ചാപ്റ്റർ 12, 29 and 30, കടിഞ്ഞൂൽ സംഹാരം. ഇങ്ങനെ 10 ബാധകളാണ്. അതിനുശേഷം നമുക്കറിയാം 6-ാമത്തെ അധ്യായത്തിലും, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലുമായി നാം കാണുന്ന, നമ്മൾ പഠിച്ച മുദ്രന്യായവിധികൾ. കുഞ്ഞാട് സപ്തമുദ്രിതമായ പുസ്തകത്തിന്റെ ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധികൾ, പ്രത്യേകിച്ച് അതിന്റെ ഒടുവിലത്തെ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴുള്ള ന്യായവിധിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പ്രകൃതിയുടെ മേലാണ്, പ്രകൃതി ശക്തികളുടെ മേൽ, ഭൂമി മേലും സമുദ്രത്തിന്മേലും നീരുറവുകളിൽ മേലുമൊക്കെ ഉണ്ടായ, സൂര്യനിലും ചന്ദ്രനിലും ഉണ്ടായ, സൃഷ്ടികളിലുണ്ടായ, കോസ്മിക് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളും ന്യായവിധികളുമാണ് 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായത്. 3-ാമത്തെ സമാനതയാണ് നാം 8-ാം അധ്യായം മുതൽക്ക് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം മുതൽ നാം കാണുന്ന കാഹള ന്യായവിധികൾ. അവിടെയും നമ്മൾ കണ്ടു, കൽമഴയും അഗ്നിയും രക്തവും മൂലം വൃക്ഷങ്ങളിൽ 1/3 സകല പച്ചപ്പുല്ലും ഉണങ്ങിപ്പോകുന്നു. The green world is affected with the first trumpet judgment. ആദ്യത്തെ കാഹള ന്യായവിധി നിമിത്തം ഹരിത ലോകത്തിന് ഭാഗികമായ നാശം ഉണ്ടാകുന്നു. രണ്ടാമത്തേത് സമുദ്രത്തിലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 8:8 speaks about plague on the sea.
സമുദ്രത്തിന്മേലുള്ള ന്യായവിധി. ഇതെല്ലാം നമുക്ക് സമാനമായിട്ട് ഈ കലശ ന്യായവിധികളിലും കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നാം കാണുന്നത് ഇവിടെ രണ്ടിടത്തും ആദ്യത്തെ കാഹള ന്യായവിധിയിലും 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആദ്യത്തെ കലശ ന്യായവിധിയിലും ഭൂമിയാണ് ഈ പീഡ ഏറ്റുവാങ്ങുന്നത്. ഇൻ ബോത്ത് കേസസ്, ഇൻ ഫസ്റ്റ് trumpet judgment and in bowl judgment, earth is affected. Earth is affected. 8-ന്റെ 7-ലുമുണ്ട്, അതുപോലെ 16-ന്റെ 2-ലും നാം കാണുന്ന ആദ്യത്തെ ന്യായവിധിയിൽ ഭൂമിക്കാണ് പ്രശ്നം. രണ്ടാമത്തേതിൽ 2 കാഹള ന്യായവിധിയിലും കലശ ന്യായവിധിയിലും സമുദ്രത്തിനാണ് ബാധ. സീ ഈസ് അഫക്റ്റഡ്. 8-ന്റെ 8-ഉം 9-ഉം, അതുപോലെ 16-ന്റെ 2-ഉം. 16-ന്റെ 2-ഉം. തേർഡ് വൺ ഈസ് അപ്പോൺ ദ റിവേഴ്സ്. നദികളിന്മേലാണ് 3-ാമത്തെ ബാധ. 8, 10 and 11. 8-ന്റെ 10, 11, 16-ന്റെ 3, 16-ന്റെ 4 തൊട്ട് 7 വരെ. 4 തൊട്ട് 7 വരെ. 4-ാമത്തേത് സൺ ആൻഡ് മൂൺ, സൂര്യചന്ദ്രന്മാരെയാണ് ബാധിക്കുന്നത്. 8-ന്റെ 12, 13, അതുപോലെ തന്നെ 16-ന്റെ 8, 9. പ്രശ്നമില്ലല്ലോ കൂടെ വരാൻ? ഓക്കെ. 5-ാമത്തേത് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെയാണ് ബാധിക്കുന്നത്. ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ. 9-ന്റെ 1 തൊട്ട് 12 വരെ. Chapter 9, verses 1 to 12. The 5th trumpet judgment affects the non-sealed or all except that are sealed. ദൈവം മുദ്രയിട്ടവരല്ലാതെ ഉള്ളവരെയെല്ലാം ബാധിക്കുന്ന ഒരു ബാധയാണ് നാം 5-ാമതായിട്ട് കാഹള ന്യായവിധിയിൽ കാണുന്നത്. 9-ാം അധ്യായത്തിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്, 1 തൊട്ട് 12 വരെ. ഇവിടെ 16-ാം അധ്യായത്തിൽ 5-ാമത്തെ കലശ ന്യായവിധിയാൽ ബാധിക്കപ്പെടുന്നത് ദ കിങ്ഡം ഓഫ് ദ ബീസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ രാജ്യത്തെയാണ് അത് ബാധിക്കുന്നത്. അവിടെയും സമാനത കണ്ടോ? എതിർ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് വെച്ചാൽ അവന്റെ മുദ്രയേറ്റവരും അവന്റെ ഭരണത്തിന് വിധേയപ്പെട്ടവരുമായവരെ. സമാനമാണ് രണ്ടും. 16-ാം അധ്യായം 10 തൊട്ട് 11 വരെ. 10-ഉം 11-ഉം. 6-ാമത്തെ കാഹള ന്യായവിധി, 6th trumpet judgment. 6-ാമത്തെ കാഹള ന്യായവിധി 9-ാം അധ്യായം 13 തൊട്ട് 21 വരെയാണ്. അവിടെ നമ്മൾ കാണുന്നത് സെക്കൻഡ് വോ, 2-ാമത്തെ കഷ്ടമം. 3 കഷ്ടങ്ങൾ വരുന്നെന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അതിൽ സെക്കൻഡ് വോ, 2-ാമത്തെ കഷ്ടമാണ് 6-ാമത്തെ കാഹള ന്യായവിധിയിൽ 9-ാം അധ്യായം 13 തൊട്ട് 21 വരെ. എന്താ അവിടെ സംഭവിച്ചത്? ഓർമ്മയുണ്ടോ?
ഗാദറിംഗ് ഓഫ് നേഷൻസ് ആൻഡ് ടു വാർ. യുദ്ധത്തിനായി ജാതികളെ ഒരുമിച്ച് കൂട്ടും. സമാനമായതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ, അതിൻ്റെ ചിത്രം കുറെ കൂടെ തെളിവോടെ നമുക്ക് ഇവിടെ 16-ാം അധ്യായത്തിൽ കാണാം. 16-ന്റെ 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥ അർമഗദ്ദോൻ യുദ്ധമാണ് അവിടെ. അപ്പോൾ ട്രംപറ്റ് ജഡ്ജ്മെന്റ്സിൽ, കാഹള ന്യായവിധിയിൽ ജാതികളെ, 6-ാമത്തെ കാഹള ന്യായവിധിയിൽ ജാതികളെ യുദ്ധത്തിനായിട്ട് കൂട്ടുന്നതാണെങ്കിൽ ആ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് 16-ാം അധ്യായത്തിൽ 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ 6-ാമത്തെ കലശ ന്യായവിധിയിലൂടെ നാം കാണുന്നത്. 7-ാമത്തെ നാം കാണുന്നത് 11-ന്റെ 15 തൊട്ട് 19 വരെയാണ്. അതുപോലെ തന്നെ 16-ന്റെ 17 തൊട്ട് 21 വരെ ഈ രണ്ടിടങ്ങളിലും കാര്യങ്ങളുടെ പര്യവസാനമാണ്, എൻഡ്, തീരുകയാണ്. അപ്പോൾ കണ്ടോ, സമാനതകൾ, ഒരുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അല്പ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചിന്തിക്കാം. ഇത്രയും വ്യക്തമായല്ലോ. ഈ താരതമ്യപ്പെടുത്തിയപ്പോൾ രണ്ടിലും, പ്രത്യേകിച്ച് ഈ 4 മിസ്രൈമിലെ ബാധകൾ മുദ്ര ന്യായവിധി കൊണ്ടും കാഹള ന്യായവിധി കൊണ്ടും കലശ ന്യായവിധി കൊണ്ടും ദൈവം പകരുന്ന ക്രോധം, ഇതിലെ ഈ 4 സമാനതകൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേത് നമ്മൾ ഇതുമായിട്ട് ഒരുപോലെ ഉള്ളതാണെന്ന് പറയുന്നതേ ഉള്ളൂ. നേരിട്ട് ഇവയ്ക്ക് തമ്മിൽ ബന്ധമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ ഈ 3 ന്യായവിധികളിൽ ആദ്യത്തേതിന്റെ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴത്തെ സംഭവങ്ങൾ, 2-ാമത്തേത് കാഹള ന്യായവിധികളും 3-ാമത്തേത് കലശ ന്യായവിധികളും. ഇവയിലെ സമാനതകൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. Four similarities or 4 judgments have similarities. First judgment is in Exodus. 10 plagues God sent for Egyptians. Second one, the plagues or the judgments during the opening up of the seals in Revelation 6, especially the 6th seal from chapter 6:12 following. Third one in Revelation chapters 8, 9 and 11 during the trumpet judgments. Fourthly, in this 16th chapter of Revelation during the bowl judgments. These similarities, I think you got it. ഇത്രയും മനസ്സിലായല്ലോ. ഈ സാമ്യങ്ങൾ ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ 2 അഭിപ്രായങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 2 അഭിപ്രായങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കൂട്ടർ പറയുന്നത്, the bowl judgments and the trumpet judgments, they describe the same judgments, the same events.
പ്രത്യേകിച്ച് ഒടുവിലത്തെ കാഹള ന്യായവിധിയും കൂടാതെ ഈ കലശ ന്യായവിധിയും രണ്ടും ഒന്ന് തന്നെയാണെന്ന്, രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നതെന്ന് ചില കൂട്ടർ അഭിപ്രായപ്പെടുന്നു. അവര് പറയുന്നത് they are repeated to show different perspectives. ഇത് രണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ, സംഭവം ഒന്ന് തന്നെ. ആവർത്തിച്ചു പറയുന്നത് രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നിന്ന് പറയുന്നേ ഉള്ളൂ. അതിന് അവര് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 സുവിശേഷ പുസ്തകങ്ങൾ നമുക്കുണ്ട്, മത്തായി തൊട്ട് യോഹന്നാൻ വരെ. യേശുക്രിസ്തു എന്ന ഏക വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരേ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും 4 വീക്ഷണകോണുകളിൽ നിന്ന്, 4 ആംഗിൾസിൽ നിന്ന്, 4 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സിൽ നിന്ന്, 4 വ്യത്യസ്ത കോണുകളിൽ നിന്ന് അവർ നോക്കിക്കണ്ടത് 4ആയി നമുക്ക് തോന്നുന്നു. പലതും, ചിലതിൽ സമാനതകളുണ്ട്, ചിലതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവര് പറയുന്നത് അതുപോലെ ഒരേ സംഭവം തന്നെ, പക്ഷേ 2 കോണുകളിൽ നിന്ന് യോഹന്നാൻ അത് നമുക്ക് വിവരിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവങ്ങൾ 2 അല്ല, 2 പ്രാവശ്യം നടന്നതല്ല, ഒറ്റ പ്രാവശ്യം നടന്ന ഒരേ സംഭവത്തെ 2 ആംഗിളുകളിൽ നിന്ന്, 2 പെർസ്പെക്റ്റീവ്സിൽ നിന്ന്, 2 കോണുകളിൽ നിന്ന് വ്യത്യസ്തമായി അവതരിപ്പിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. സെക്കൻഡ് ഒപ്പീനിയൻ, അവര് പറയുന്നത് നോ, they are not one and the same, they are quite different. Of course they are progressively reported but not perspectively, not on different perspectives, but they are reported, they are described progressively. പല അല്ലെങ്കിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ സംഭവങ്ങളാണ് അവ. അവ ഒരേ വിഷയത്തിന്റെ 2 വീക്ഷണങ്ങളല്ല, പകരം അവ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായി സംഭവിച്ച കാര്യങ്ങളാണ്, വ്യത്യസ്തമായി സംഭവിച്ച കാര്യങ്ങളാണ്. അക്ഷരീയമായി തന്നെ അവ ഒന്നല്ല, വ്യത്യസ്തങ്ങളാണ്. Okay, they are literally different. Literally different. Happen in different timelines. വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിച്ചതാണ്, ഒന്നിനു ശേഷം ഒന്നായിട്ട് സംഭവിച്ചതാണ്. അതിന് അവർ പറയുന്നത് they are differently happened but each time with an increased intensity. An increased intensity. ഓരോ പ്രാവശ്യവും അതിന് തീവ്രത, ആ ന്യായവിധിക്ക് ദൈവം പകരുന്ന ക്രോധത്തിന് തീവ്രത വർദ്ധിച്ചു വരുന്നു. വർദ്ധിതമായ തീവ്രതയോടെ ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്ത സമയങ്ങളിൽ ദൈവം വർഷിച്ച ന്യായവിധിയുടെ ചിത്രമാണത്. ഒന്നല്ല, വ്യത്യസ്തമാണ്. ഇത്രയും വ്യക്തമാണോ? ഉദാഹരണത്തിന്
ഉദാഹരണമല്ല, ഒരു തെളിവാണ്. നമ്മൾ 6-ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അല്ലെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ മുദ്രന്യായവിധികളിൽ കാണുന്നത്, the 1/4 of the earth, ഭൂമിയിലെ 1/4 ജനത മരിച്ചുപോയി എന്നാണ്. ജനസംഖ്യയുടെ 1/4 മരിച്ചു ആദ്യത്തെ പീഡകളാൽ. 2ഉം 3ഉം 4ഉം ന്യായവിധികളാൽ അല്ലെങ്കിൽ മുദ്രാഭേദനങ്ങളാൽ, ക്ഷാമം കൊണ്ടും വാളുകൊണ്ടും ഒക്കെ മരിച്ചവർ എത്രയാ? കാലാംശം, ഒരംശം. ഒരംശം, 4/1. അതേസമയം ട്രംപറ്റ് ജഡ്ജ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു 1/3 എന്ന്. തീവ്രത കൂടിയല്ലോ. ഇപ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ 4/1 3/1, പിന്നെ അത് ഇറ്റ് അഫക്ട്സ് ഓൾ, മുഴുവൻ ജനതയെയും, മൊത്തം അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും അത് ബാധിക്കുന്നു. കണ്ടോ തീവ്രത കൂടി വന്നത്? ആ നിലയിൽ ആ ഒരു തീവ്രത കൂടി കൂടി വരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സമുദ്രത്തിന്മേലുള്ളതും നദികളിന്മേലുള്ളതുമൊക്കെയായ ന്യായവിധി ഓരോന്ന് കഴിയും തോറും അതിൻ്റെ കട്ടി കൂടി വരികയാണ്. അതുകൊണ്ട് ഇത് ഒരേ വിഷയത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയല്ല, പകരം വ്യത്യസ്തമാണ്. The escalation of intensity of these judgments, ഈ ന്യായവിധികൾ ഒന്നിനു ശേഷം ഒന്ന് കൂടുതൽ തീവ്രമായി കൊണ്ടിരിക്കുന്നു. ഇത്രയും വ്യക്തമാണോ ഇപ്പോൾ? ഇതിൽ എനിക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ളതാണ് ഞാൻ പറഞ്ഞത് 2ാമത്തെ അഭിപ്രായത്തോട്. അതിന് കാരണമുണ്ട്. അതിന് പ്രത്യേകിച്ച് 2 പ്രധാന വാക്യങ്ങൾ, 2 അല്ല 2-ലധികമുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ 2 വാക്യങ്ങൾ പ്രധാനമായിട്ടും എടുക്കുന്നു. 1-ാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, വായിപ്പിച്ചില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഒരിക്കൽ നമ്മൾ വായിച്ചതുമാണ്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടത്. വായിച്ചോളൂ. തെസലോനിക്കർക്കുള്ള 1-ാമത്തെ ലേഖനം 2:16. 1 Thessalonians 2:16. 1 തെസലോനിക്കർ 2:16. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ ജെനസിസ് 15:16 നിന്ന് നമ്മൾ തുടങ്ങി പറഞ്ഞു വന്ന കാര്യമാണ്. ഉൽപ്പത്തി 15:16 നമ്മൾ ആവർത്തിച്ച് ആ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിരുന്നു. പറഞ്ഞതാണ്, ഇസ്രായേൽ ജനത്തിന് ദൈവം കനാൻ ദേശം വാഗ്ദത്തമായിട്ട് കൊടുത്തെങ്കിലും
വാഗ്ദത്തം കൊടുത്ത സമയത്ത് അവർക്കത് അവകാശമായിട്ട് കൊടുത്തില്ല. കാരണം ഓർക്കുന്നുണ്ടല്ലോ. The iniquity of the Amorites is not yet. യെസ്, അമോര്യരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. നോട്ട് യെറ്റ് കംപ്ലീറ്റഡ്. പുതിയ നിയമത്തിൽ അതേ വിഷയത്തെ വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 1 തെസ്സലോനിക്കർ 2:16. അവിടെ യഹൂദന്മാരെ കുറിച്ചാ പൗലോസ് പറയുന്നത്. പൗലോസും കൂട്ടരും സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയി. ജാതികൾ ക്രിസ്തുവിനെ വിശ്വസിച്ചു. ഈ യഹൂദന്മാർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അവർ യേശുവിനെ നിരസിച്ചു. പോരാഞ്ഞിട്ട് ജാതികളിൽ നിന്ന് വിശ്വസിക്കുന്നവരെ തടയുക കൂടെ ചെയ്തു. അപ്പോൾ ദുഃഖത്തോടെ പൗലോസ് പറയുകയാണ്, അവരെന്ത് ചെയ്യുകയാ? തങ്ങളുടെ പാപങ്ങളെ പൂരിപ്പിക്കുന്നു. Fill in the blanks. They are filling their pot of sin. തങ്ങളുടെ പാപത്തിന്റെ പാത്രത്തെ അവർ പൂരിപ്പിക്കുകയാണ്. അതിന് റെസിപ്രോക്കലായി, ആനുപാതികമായി എന്ത് സംഭവിക്കുന്നു? ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വരുന്നു. എന്നല്ല ഞാൻ പറഞ്ഞല്ലോ 2 പാത്രങ്ങളുള്ള കാര്യം. ഒന്നിൽ മനുഷ്യന്റെ പാപം അവൻ പൂരിപ്പിക്കുമ്പോൾ, മറ്റേതിൽ ദൈവത്തിന്റെ ക്രോധം മുഴുത്തു വരും. ഇസ്രായേലുമായുള്ള ബന്ധത്തിലും ഒരു വാക്യം നമുക്ക് ജെറമായ 35:15, യിരെമ്യാവ് 35:15 വാക്യം. യിരെമ്യാവ് 35:15. 35:15. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കും എന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ചെവി ചായിക്കുകയോ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയോ ചെയ്തിട്ടില്ല. God often sends his servants, whether humans or angels, and convicts people of their sins. It is the very proof of God's abundant mercies. ദൈവത്തിന്റെ മഹാകരുണയുടെ പ്രതീകമാണ്, തെളിവാണ്. ദൈവം ഒരു മനുഷ്യനെയോ കുടുംബത്തെയോ ജാതിയെയോ ഒരു ദേശത്തെയോ ഒരു സർക്കാരിനെയോ നീക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഏറ്റവും തീവ്രമായ കോപം അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? തൻ്റെ ദാസന്മാരെ അയച്ച് അവർക്ക് മാനസാന്തര സന്ദേശം നൽകും. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ സന്ദേശങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടു വന്നാൽ അവരുടെ മേൽ പകരേണ്ട ദൈവക്രോധത്തെ ദൈവം മാറ്റും. അതായിരുന്നല്ലോ നമ്മുടെ പ്രവാചകൻ യോനായ്ക്കുള്ള പ്രശ്നം. നീ എങ്ങനെയുള്ള ദൈവമാ? കരുണയുള്ളവനാ. ഞാനിപ്പോ പോയി പ്രസംഗിക്കുക, 40 ദിവസത്തിനകം നിനവേ അശ്ശൂരിന്റെ തലസ്ഥാനം ഇല്ലാതാകാൻ പോകുന്നു. അതുങ്ങളെ നിലവിളിച്ചാൽ നീ കേൾക്കും, ഞാൻ പറഞ്ഞ കാര്യം നടക്കത്തില്ല. അതായിരുന്നു യോനയുടെ പ്രശ്നം. അവൻ പറഞ്ഞ കാര്യം നടക്കത്തില്ല. ദൈവം കരുണയുള്ളവനാണ്. സ്തോത്രം. കരുണാമയനാണ്.
അതുകൊണ്ട് ദൈവം ഒറ്റയടിക്ക് ഒരാളിനെ നീക്കുന്നില്ല. അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പാപം പൂരിപ്പിക്കാൻ കാത്തിരിക്കുന്നു. ആ കാലങ്ങൾ കൊണ്ട് അവർക്കെതിരെയുള്ള ദൈവത്തിന്റെ ക്രോധം മുഴുത്തു വരുന്നു. ഇത് ദൈവത്തിന്റെ ഒരു ശൈലിയാണ്. അത് ദൈവ സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ട് രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ വേദപുസ്തകപരം. അതുകൊണ്ടാണ് രണ്ടാമത്തെ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. വ്യക്തമാണോ ഇത്രയും കാര്യങ്ങൾ? എന്തെങ്കിലും വിശദീകരണം ഈ വിഷയങ്ങളിൽ? എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? യെസും നോയും ഒന്നും കിട്ടുന്നില്ല. മനസ്സിലാകാഞ്ഞത് കൊണ്ടാണോ ആരും ഒന്നും മിണ്ടാത്തെ? മനസ്സിലായി. ഓക്കെ, സ്തോത്രം. ഓക്കെ, മനസ്സിലായി. റൈറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാം. അതിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചാട്ടെ. 16:1. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. അവിടെ കൂടുതൽ വിശദമാക്കേണ്ട കാര്യങ്ങളില്ലായിരിക്കുമല്ലോ. ദൈവാലയത്തെ കുറിച്ച്, ഈ 7 ദൂതന്മാരെ കുറിച്ച്, ഈ ക്രോധ കലശങ്ങളെ കുറിച്ച്, അവർ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് 15-ാം അധ്യായത്തിൽ നിന്ന് കണ്ടതാണ്. 15-ാം അധ്യായം 5 മുതൽ നമ്മൾ കണ്ട അതേ ദേവാലയം, അതേ സാക്ഷ്യ കൂടാരം, അവിടെ നിന്നാണ് ഈ വലിയ ശബ്ദം. ആ ശബ്ദം മാത്രമേ ഉള്ളൂ 15-ാം അധ്യായത്തിൽ നിന്ന് കൂടുതലായിട്ട് ഈ 16-ൽ പറഞ്ഞിരിക്കുന്നത്. ദൈവാലയത്തിൽ നിന്ന് കേട്ട ശബ്ദം എങ്ങനെയുള്ള ശബ്ദമായിരുന്നു? മഹാശബ്ദം. മഹാശബ്ദം. അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, മഹാദൈവത്തിന്റെ ശബ്ദമാണെന്ന്. ആ ഒരു കൽപ്പന ദൈവം അവർക്ക് കൊടുക്കും. മഹാശബ്ദം. I think great voice, no? Loud voice. Loud voice. മഹാശബ്ദം. Loud voice. മഹാശബ്ദം അധികാരത്തെ കാണിക്കുന്നു. This loud voice denotes the authority behind. Authority. 2, the wrath. ക്രോധത്തോട് പറയുന്നത്. ആ ശബ്ദ ക്രോധത്തിന്റെ ശബ്ദമാണ്. That shows the urgency. അതിന്റെ വളരെ ആകസ്മികതയെ കാണിക്കുന്നു.
ഷോസ് ദി അർജൻസി. പെട്ടെന്ന് പെട്ടെന്ന് വാ നമ്മൾ ഉച്ചത്തിൽ പറയത്തില്ലേ? വളരെ പെട്ടെന്ന് സംഭവിക്കേണ്ടതാണ്. സമയമെടുക്കരുത്, ലേറ്റ് ആക്കരുത്, വൈകിക്കരുത്. ഇപ്പം അധികാരത്തെയും ക്രോധത്തെയും ആകസ്മികതയെയും ഒക്കെ കാണിക്കുന്നതിനാണ് അവിടെ മഹാശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാശബ്ദം. അങ്ങനെ ഈ 7 ദൂതന്മാർ, നമ്മൾ 15:1 തൊട്ട് 7 ദൂതന്മാർ ഒരുങ്ങി നിൽക്കുന്ന കാണുക. യോഹന്നാൻ അതിനിടയിൽ ഓരോന്നോരോന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് 15:1 ഒരുങ്ങി നിന്ന ദൂതന്മാർക്ക് 16:1 വരുമ്പോഴാണ് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള സമയം നൽകുന്നത്. അങ്ങനെ ഈ 7 ദൂതന്മാർ ഇപ്പോൾ പ്രവർത്തന നിരതരാവുകയാണ്. കളയാൻ ഇനി സമയമില്ല. ദൈവത്തിന്റെ ക്ഷമയുടെ കരുണയുടെ നെല്ലിപ്പലകയിലെത്തിയിരിക്കുക. The uttermost bottom line of God's mercy and forgiveness is now revealed. No more God can wait now. No more chances for this world and its dictator. ഈ ലോകത്തിനും ഈ ലോകത്തിലെ സ്വേച്ഛാധിപതിക്കും ഇനിയും അവസരമില്ല. അവസരം തീരുകയാണ്. അതുകൊണ്ട് ദൈവം തിടുക്കത്തോടെ ന്യായവിധി നടപ്പാക്കാൻ ദൂതന്മാരെ അയക്കുന്നു. അതിൽ ഒന്നാമത്തവൻ പുറപ്പെട്ടു. 1-ാം വാക്യം അത്ര മതിയല്ലോ, വ്യക്തമായല്ലോ. 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. ഇവിടെയും നാം കാണുന്നു ദൈവത്തിന്റെ ന്യായവിധികൾ സ്പർശിക്കുന്നത് ആരെ മാത്രമേ ഉള്ളൂ? എതിർ ക്രിസ്തുവിന്റെ കൂട്ടരെ മാത്രമേ ഉള്ളൂ. ദൈവീക ന്യായവിധികൾ മുൻപ് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്തവരെ അല്ലാതെ ആരെയും ഒന്നും ചെയ്യരുതെന്ന്. ഇവിടെയും അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിന്റെ മുദ്രയേറ്റവർ, അവന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരെയാണ് ഇവിടെ ദുർവ്രണം ബാധിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടല്ലോ, സോർ, വല്ലാത്ത വ്യാധി, വല്ലാത്ത വ്രണങ്ങൾ മിസ്രയീമ്യരെ ബാധിച്ചത്. വെരി പെയിൻഫുൾ സോഴ്സ്, വളരെ വേദനയുള്ള വ്രണങ്ങൾ. ഒരുപക്ഷെ ട്യൂമറുകൾ പോലെ, ക്യാൻസറസ് പോലെ വളരെ ദുർവ്രണങ്ങൾ, വേദനയും നാറ്റവും വല്ലാത്ത അസ്വസ്ഥതകളും, ചിലപ്പോൾ പൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ അതിൽ തന്നെ കൃമികൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉള്ള തരത്തിൽ. കാരണം അതിന്റെ തീവ്രതയാണല്ലോ. ഒരു ചെറിയൊരു പരു എന്നല്ല, അവരെ ഇതുകൊണ്ട്
ബുദ്ധിമുട്ടിക്കുകയാണ്. അത്രയ്ക്ക് ഭീകരമാം വിധത്തിലുള്ള ന്യായവിധി ദൈവം അയക്കുകയാണ്. ഓർക്കണേ, ഈ സാത്താനും അവന്റെ സന്തതികളും കൂടെ ചേർന്ന് എന്തെല്ലാം പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് കൊടുത്താകാം ജനങ്ങളെ തന്റെ പക്ഷം ചേർത്തത്. ഉണ്ടല്ലോ കൂടെ. നമ്മൾ പണ്ടും പഠിച്ചിട്ടുള്ളത് പോലെ Satan always tries to give this misconception to the people that sin has no consequences. പാപത്തിന് നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരികയില്ല എന്ന്, നിങ്ങൾ ചെയ്യുന്ന പാപം ആരും അറിയുകയില്ല എന്ന്, അതിന് പരിണിത ഫലങ്ങളില്ല എന്ന് സാത്താൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആദ്യം മുതൽ തന്നെ. ഏതെങ്കിലും അത് തന്നെയാണ് അവൻ ചെയ്തത്. ദൈവം പറഞ്ഞു, sin has their consequences. The day you will eat, you will die. ദൈവം ആദം ഹവ്വമാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആദമിനോട് പറഞ്ഞത്, പാപത്തിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും, അതിന് പ്രതിഫലനങ്ങളുണ്ട്. പാപം വല്ലാത്ത ഫലമുളവാക്കുന്നതാണ്. എന്താണ് ഫലം? തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷേ സാത്താൻ ചെയ്തതോ, നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾ മരിക്കത്തില്ല. കണ്ടോ, ആദ്യമേ തന്നെ സാത്താൻ പാപത്തിന് പരിണിത ഫലങ്ങൾ ഇല്ലെന്ന് മനുഷ്യനെ തെറ്റായി ധരിപ്പിച്ചു. ഇന്നും മനുഷ്യർ പാപം ചെയ്യുന്നത് അധികവും, ചുരുക്കം ചിലരുണ്ട് അതിന് പരിണിത ഫലം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ. എന്നാൽ നല്ലൊരു ശതമാനവും അവർ ചെയ്യുന്ന പാപത്തിന് ഒരു വില കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കാത്തവരാണ്. അവരുടെ ബുദ്ധി ചിലപ്പോൾ അബലമായി പോയി. സാത്താൻ ഇവിടെയും ഇത്രയേറെ ജനങ്ങളെ കൊണ്ട് ഈ ബിംബത്തെ നമസ്കരിപ്പിച്ചതും അവന്റെ മുദ്ര ഏൽപ്പിച്ചതും അവരൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ദൈവങ്ങളെ, സത്യദൈവം ഉൾപ്പെടെയുള്ള പല ദൈവങ്ങളെയും വിട്ട് ഇവനെ ആരാധിക്കുവാൻ ഇവരെ സ്വാധീനിച്ചത് ഈ നിലകളിലാണ്. സാത്താൻ എപ്പോഴും മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു, 2 വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നു. എപ്പോഴും ഓർക്കുക, ഇത് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സാത്താൻ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കും. അവൻ വാഗ്ദത്തങ്ങൾ നൽകും, ഭീഷണിപ്പെടുത്തും. 2 കള്ളം പറഞ്ഞ് പാപത്തിന് വില കൊടുക്കേണ്ടി വരില്ലെന്ന്, അതിന്റെ കുറ്റം തെളിയത്തില്ലെന്ന് അവൻ വ്യാജമായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. ഇന്നും അവനത് ചെയ്യുന്നു. പക്ഷേ ദൈവം പറയുന്നു, അല്ല. ദൈവം മൈക്ക് വെച്ച് കെട്ടി വിളിച്ചു പറയുകയാണ്, അല്ല, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം നിങ്ങൾ എത്ര രഹസ്യമായി ചെയ്താലും അത് വെളിപ്പെട്ടു വരും. ഒരു പാപവും മറഞ്ഞിരിക്കയില്ല. സാത്താൻ പറയുന്നത്
ആരും അറിയത്തില്ലെന്ന്. ഞാൻ ചിലപ്പോൾ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പം ചിന്തിക്കാറുണ്ട്, ആൾക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. ചിലര് ഉദാഹരണത്തിന് എന്തെങ്കിലും മോഷ്ടിക്കുന്നു, സ്റ്റീലിംഗ് സംതിങ്, ലൂട്ടിങ് സംതിങ്. ചിലരാണെങ്കിൽ മർഡർ, കൊലപാതകം നടത്തും. വേറെ ചിലരാണെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പാപപ്രവൃത്തികള്. പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് മനസ്സിലാകത്തില്ലേ, ഇവർക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ലേ ഇത് പിടിക്കപ്പെടുമെന്ന്? കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കൊള്ളയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂര് നടന്നത്. കണ്ണൂരോ കാസർഗോഡോ 1 കോടിയിലധികം രൂപയും ഏകദേശം 30 തോന്നുന്നല്ലേ പവൻ, 300. 300 പവൻ സ്വർണവും മോഷ്ടിച്ചു. ആ പുള്ളി CCTV ക്യാമറ തിരിച്ചു വെച്ചത് ഇവ മോഷ്ടിക്കാൻ പോകുന്ന മുറിയിലേക്കാണ്. അതുകൊണ്ട് അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ അതിനകത്ത് പതിഞ്ഞു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽക്കാരൻ ചെയ്ത പണിയ. അറിയത്തില്ലേ പിടിക്കപ്പെടുമെന്ന്? അറിയാം, പക്ഷെ അവരുടെ ചിന്ത എന്താ? ഏയ് ആരും അറിയത്തില്ലെന്ന, ആരും അറിയില്ലെന്ന. ചിലപ്പം അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വായിച്ചിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. ഇത്രയ്ക്കും മണ്ടന്മാരാണോ? ചിലരാണെങ്കില് ബാങ്കിൽ ഒക്കെ നിന്ന് ബാങ്കിലെ ജോലിക്കാര് പണം അടിച്ചു മാറ്റുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെ? അറിയാം, പക്ഷെ പാപത്തിന്റെ ഒരു പൊതു സ്വഭാവമായത്. പാപം ചെയ്യുമ്പോൾ ഇതാരും അറിയത്തില്ലെന്ന് കരുതിയാണ് ഇവർ ചെയ്യുന്നത്. പിടിക്കപ്പെടില്ലെന്നുള്ള ഉറപ്പ് ഇവരുടെ മനസ്സിൽ എങ്ങനെയോ കയറിക്കൂടും. ഇത് നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കരുതുന്ന പാപങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യിക്കുമ്പോഴും സാത്താന്റെ പരിപാടിയാണ്. ജനങ്ങളെ കൊണ്ട് ധരിപ്പിക്കും, കുഴപ്പമില്ല, ആരും അറിയില്ല, ദൈവം പോലും അറിയത്തില്ലെന്ന്. പുതിയ നിയമത്തിലെ ആദ്യത്തെ പാപം ഓർമ്മയുണ്ടല്ലോ, അനന്യാസ് സഫീറമാരുടേത്. സ്വന്തം മനസ്സോടാ, ആരും പറഞ്ഞിട്ടല്ല. ഇന്നത്തെ ടെലിപ്രീച്ചേഴ്സിന്റെ കൂട്ട്, ഇന്നത്തെ സോക്കോൾഡ് പ്രോഫറ്റ്സിന്റെ കൂട്ട്, ദാ വരുന്നു അനുഗ്രഹം, പ്രതിഫലം വരുന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും പത്രോസ് ഒന്നും പ്രലോഭിപ്പിച്ചതല്ല. പലരും ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ആവേശം തോന്നി ചെയ്തതാ. പക്ഷേ നിലം വിറ്റതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചു, അതിന് നിനക്ക് അനുവാദമുണ്ട്. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഇല്ല ഉപദേശി, കുറച്ച് പൈസ ഞങ്ങള് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ചാകത്തില്ലായിരുന്നു. പക്ഷെ പത്രോസ് പറഞ്ഞ കാര്യം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ എന്റെ മനസ്സ്, സാത്താൻ നിന്റെ മനസ്സ് വശീകരിച്ചത്. അങ്ങനല്ലേ? സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സ്തോത്രം. സാത്താൻ അവന്റെ ഹൃദയം കൈവശമാക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാ.
പത്രോസിന് എങ്ങനെ അറിയാനാ ഞാൻ എത്ര രൂപയ്ക്ക് അത് വിറ്റതെന്നും എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്നും? നീ മാറ്റിവെച്ചോ, ആരും അറിയത്തില്ലെന്ന് സാത്താൻ അവന്റെ ഹൃദയത്തെ കൈവശപ്പെടുത്തി. ഇത് തന്നെയാകാം യൂദായിലും സംഭവിച്ചത്. യേശുവിന്റെ കൂടെ നടന്നിട്ടും 3 വർഷത്തിലധികം യേശു ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടും ഇവൻ ഒരിക്കലും അത് ഞാനാണെന്ന് യേശുവിന് പോലും അറിയും എന്നവൻ കരുതിയില്ല. വളരെ ജാഗ്രത പുലർത്തണം. ഇവിടെ മൃഗത്തെയും, അതായത് എതിർ ക്രിസ്തുവിനെയും അവന്റെ ബിംബത്തെയും നമസ്കരിക്കുന്ന, അവന്റെ മുദ്രയേൽക്കുന്നവരെ ബാധിക്കുന്ന ദുർവ്രണം, ദൈവത്തിന്റെ കരുണ കൂടാതെയുള്ള ശിക്ഷ അവരുടെ ഭൗമ ജീവകാലത്ത് തന്നെ ദൈവം അയക്കുകയാണ്. ജീവകാലത്ത് തന്നെ ദൈവത്തിന് അവരോടുള്ള ദയ വറ്റിപ്പോയി, തീർന്നുപോയി. നമുക്കത് സംഭവിക്കരുത്. അങ്ങനെ വല്ല മറഞ്ഞു കിടക്കുന്ന പാപങ്ങളും ഉണ്ടെങ്കിൽ, ആരും അറിയില്ലെന്ന് കരുതിയ എന്തെങ്കിലും പോരായ്മകൾ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സാത്താന്റെ വഞ്ചനയിൽ നാം കുടുങ്ങരുത്. നമ്മുടെ ഹൃദയങ്ങളെ സാത്താൻ വശീകരിക്കരുത്, കൈക്കലാക്കരുത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങയെ മറച്ചു വെച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ ഹൃദയത്തിന്റെ ആലോചനകൾ വരെ അങ്ങേക്ക് വെളിവായിരിക്കുന്നു. സ്തോത്രം. ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നതൊക്കെ അങ്ങ് വെളിച്ചത്താക്കും. ഇരുട്ടുപോലും നിനക്ക് മറവല്ലെന്ന് 139 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. സമുദ്രത്തിന്റെ അടിയിൽ ചെന്ന് പാർത്താൽ, സമുദ്രത്തിന്റെ അങ്ങേ കരയിലേക്ക് ഞാൻ പറന്നു പോയാൽ ഒരു രക്ഷയില്ല. അത് നമുക്ക് സമ്മതിച്ച് എത്ര ഹീനമായ പാപങ്ങളായാലും നമുക്ക് കർത്താവിനോട് ഏറ്റുപറയാം. സാത്താന്റെ ഈ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാതെ, അവൻ നമ്മുടെ ഹൃദയം കൈക്കലാക്കാതെ, സ്തോത്രം, നമ്മെ തന്നെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.